ഹായ് ഫ്രണ്ട്സ്, പർച്ചേസ് മീഡിയയിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഗെയിം ഡെവലപ്മെൻറ്റ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചെക്ക് പോയിൻറ്റ് സിസ്റ്റം വർക്കിംഗ് ആക്കും. അതിൻ്റെ മേലെ ലാപ്പിൻ്റെ ടൈമർ ഇന്ന് വർക്കിംഗ് സെറ്റാക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാനൊരു പുതിയ ഡിസ്കോഡ് സെർവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം താഴെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരെ ജോയിൻ ചെയ്യാം. ഇതാണ് ഈ ഗെയിം. ഇപ്പം ഞാൻ ഇതുവരെ ആക്കിയ ചെക്ക് പോയിൻറ്റ് സിസ്റ്റം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതിൻ്റെ പ്ലെയറിൻ്റെ കൊളിഷൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഓരോ ബോക്സുകൾ ൻ്റെ ഉള്ളിൽ കൂടെ പ്ലെയർ പോകുമ്പോഴാണ് നമുക്ക് ഈ കൊളിഷൻ ഡിറ്റക്റ്റ് ചെയ്യും. അന്നേരമാണ് നമ്മൾ ഈ ചെക്ക് പോയിൻ്റ് കൂടെ പോയി എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഓരോ ബോക്സ്, ഈ ഒരു യെല്ലോ കളർ ബോക്സുകളും ഓരോ ചെക്ക് പോയിൻറ്റ്സാണ്. അപ്പം ഇതുവരെ ആക്കിന്, പക്ഷേ ഈ ചെക്ക് പോയിൻറ്റ് സിസ്റ്റം വർക്കിംഗ് അല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ചെക്ക് പോയിൻറ്റ് സിസ്റ്റം വർക്കിംഗ് ആക്കുവാന്ന് ഇന്ന് നമ്മൾ ചെയ്യുക. ഇതാണ് എൻ്റെ ചെക്ക് പോയിൻറ്റിൻ്റെയും ലാപ്പുകൾ ട്രാക്ക് ചെയ്യുന്നതിൻ്റെയും കോഡാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ രണ്ട് കോഡിൻ്റെ ഫയൽസാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കോഡിനാണ് ഇപ്പം ചെക്ക് പോയിൻറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രണ്ട് കോഡാണ്. ഞാൻ ഈ കോഡ് വർക്ക് ചെയ്യുന്ന പോലെ, എററൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന പോലെ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ചെക്ക് പോയിൻറ്റ് റീച്ച്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിലും താഴെയില്ല ഈ ഒരു ലൈനിലെ കോഡിനുമായിരുന്നു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ രണ്ട് അതിൽ വേണ്ടുന്ന ചേഞ്ചസ് വരുത്തി ഇപ്പം വർക്കിംഗ് എന്ന പോലെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ ഓൺലാപ്പ് ഫിനിഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ കൺസോളിൽ മെസ്സേജ് വരുന്ന പോലെ വരാൻ ഇവിടെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർട്ട് റേസ് വിളിച്ചാലും എൻഡ് റേസ് ആയാലും ഇവിടെ മെസ്സേജ് കൺസോളിൽ മെസ്സേജ് വരുന്ന പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗെയിം ഇപ്പോൾ റൺ ചെയ്യുമ്പം ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഈ ചെക്ക് പോയിൻ്റ് കടന്നപ്പോൾ തന്നെ എനിക്കിവിടെ റേസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കൺസോളിൽ മെസ്സേജ് വന്നു. ഓക്കെ, ഇത് നമ്മൾ ഒരു ഫുൾ സർക്യൂട്ട് ഒന്ന് റൗണ്ട് അടിച്ചു. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് ഈ ഫിനിഷിംഗ് പോയിന്റിലെത്തിയ ഈ ഓൺലാപ്പ് ഫിനിഷ് കോളുകയും ചെയ്തു. ഇവിടെ റേസ് എൻഡായി എന്ന് കാണിക്കുകയും ചെയ്തു. ഓക്കെ, നമ്മുടെ ചെക്ക് പോയിൻറ്റ് സിസ്റ്റം ഇപ്പം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നമ്മുടെ ഗെയിം റൺ ആവുമ്പം റേസ് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം മേലെ ടൈമർ കാണണം. ടൈമറിൽ നമ്മുടെ റേസിൻ്റെ ടോട്ടൽ ടൈമും നമ്മുടെ ഈ ലാപ്പിൻ്റെ ടൈമും, നമ്മുടെ ഒരു ലാപ്പ് ചെയ്യുമ്പോൾ ഇല്ല നമ്മുടെ ബെസ്റ്റ് ടൈം അതും നമുക്കെല്ലാം, പിന്നെ ഈ സൈഡിൽ പൊസിഷൻ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത ഒപ്പോണൻസ് ആയിട്ട് AI വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ലാപ്പ് ടൈമർ മേലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ലാപ്പ് ടൈമറാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കിവിടെ ഈ ലാപ്പ് ടൈമറിന് വേണ്ടുന്ന കോഡ് ഈ ഒരു ഫയലിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പം ഇനി ഞാനത് കോഡ് എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഈ ലാപ്പ് ടൈമറിന് വേണ്ടുന്ന കോഡെല്ലാം ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഗെയിം മെനുവിൽ നമുക്കതിൻ്റെ ലേ ഔട്ട്, ഓരോ ടെക്സ്റ്റ് എവിടെയിലാണ് വേണ്ടുന്നത് അതിൻ്റെ ലേ ഔട്ട് അവിടെ ഗെയിം മെനുവിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അത് സെറ്റ് ചെയ്തിട്ട് അത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ലാപ്പ് ടൈമർ ഇപ്പം വർക്കിംഗ് ആണ്. ഇവിടെ മേലെ കുറേ ന്യൂ ടെക്സ്റ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ഗെയിം റൺ ചെയ്യുമ്പം ഇപ്പം ഗെയിം റൺ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ലാപ്പും അതിൻ്റെ ടൈമറും അതെല്ലാം ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇനി ഗെയിം റൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ചെക്ക് പോയിൻ്റ് കൂടെ കടക്കുമ്പം ഇവിടെ നമ്മുടെ ടൈമറെല്ലാം സ്റ്റാർട്ടാവും. എന്നിട്ട് നമ്മളൊരു ഫുൾ ലാപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ലാപ്പിൻ്റെ ബെസ്റ്റ് ടൈം അവിടെ നടുക്ക് രജിസ്റ്റർ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫുൾ ലാപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മുടെ ബെസ്റ്റ് ടൈം ഈ ഒരു ലാപ്പ് നമുക്ക് ഫുൾ ഡ്രൈവ് ചെയ്ത് തിരിച്ചെത്താനുള്ള ടൈം ഇവിടെ നടുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ലാപ്പ് ടൈമർ ഇപ്പം വർക്കിംഗ് ആണ്. ഞാൻ ഈ ചെക്ക് പോയിൻറ്റ് സിസ്റ്റവും ലാപ്പ് ടൈമർ എല്ലാം ആക്കാൻ വേണ്ടി നോക്കിയ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമുക്ക് ഗെയിമിന് വേണ്ടുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.